നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയ വിവരം രഹസ്യമാക്കി വെച്ചതിൽ ദുരൂഹത ആരോപിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. EDയും CPMും ഈ വിവരം പൂഴ്ത്തിവെച്ചത് നിരവധി സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ED 2023 സമൻസ് നൽകിയത്, എന്നാൽ ഇത് പുറത്തു വന്നത് ഇപ്പോഴാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് നോട്ടീസ് നൽകിയാൽ അത് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്ന ED മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യത്തിൽ അത്തരം പ്രചരണത്തിന് മുതിർന്നില്ല. നാഷണൽ ഹെറാൾഡ് കേസ്, ജാർഖണ്ഡിലെ ഹേമന്ത് സോറന്റെ കേസ് തുടങ്ങിയവയിൽ ED കാട്ടിയ കോലാഹലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടി എന്തായിരുന്നു, കേസിന്റെ നിലവിലെ അവസ്ഥ എന്ത്, ചോദ്യം ചെയ്യൽ നടന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ED മറുപടി പറയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. EDയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ചാൽ പോലും മുഖ്യമന്ത്രിയും CPMും എന്തുകൊണ്ട് അന്ന് ഈ സമൻസിനെതിരെ പ്രതികരിച്ചില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. EDയുടേതുപോലെ സമൻസിന്റെ വിവരം രഹസ്യമാക്കി വെക്കാൻ മുഖ്യമന്ത്രിക്കും CPMിനും നിർബന്ധമുണ്ടായിരുന്നു. ഈ ഒളിച്ചുവെക്കൽ കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ കേരള ഹൗസിലെ പ്രഭാത ഭക്ഷണവും ഉദ്യോഗസ്ഥന്മാരില്ലാതെയുള്ള സന്ദർശനവും നടന്നത് ഇതിനിടയിലാണ്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടെന്ന ഉത്തരവാദിത്തം കേരള മുഖ്യമന്ത്രിക്കുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മടിയിൽ കനമില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വസ്തുനിഷ്ഠമായി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2013 ഫെബ്രുവരി 14 ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് വിവേക് കിരണ് നോട്ടീസ് അയച്ചത്. വിവാദമായ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് എന്നാണ് പറയുന്നത്. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ അറസ്റ്റിലായ ദിവസമാണ് വിവേക് കിരണിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കേസുകളാണ് സാധാരണ കേന്ദ്ര ഏജൻസിയായ ED അന്വേഷിക്കുക. ലൈഫ് മിഷൻ കേസിൽ വിവേക് കിരണിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ഇപ്പോൾ മകന്റെ പേരും സജീവ ചർച്ചയാകുകയാണ്. വിവേക് കിരണിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ക്ലിഫ് ഹൗസിലെ വിലാസത്തിലാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസ്. നോട്ടീസ് പ്രകാരം വിവേക് കിരൺ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായില്ല എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും അവ്യക്തമായി തുടരുന്നു. EDയുടെ നോട്ടീസ് ലഭിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന തീയതിയിൽ ഹാജരാകുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ തടസ്സം വിശദമാക്കി മറ്റൊരു തീയതി ആവശ്യപ്പെടും. ED പുതിയ നോട്ടീസ് അയക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നോട്ടീസ് ലഭിക്കുന്ന വ്യക്തി കോടതിയെ സമീപിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയാൻ ശ്രമിക്കും. എന്നാൽ വിവേക് കിരണിന് അയച്ച നോട്ടീസിന് എന്താണ് പിന്നീട് സംഭവിച്ചതെന്നത് വ്യക്തമല്ല. പിണറായി വിജയൻ NDA മുഖ്യമന്ത്രിയാണോ എന്ന ചോദ്യമാണ് വിവേക് കിരണിനെതിരായ നോട്ടീസ് സംബന്ധിച്ച പ്രതികരണത്തിൽ കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഉന്നയിച്ചത്. EDയുടെ നടപടിയിലാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായത്. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹമെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിയായി കണക്കാക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച നോട്ടീസിന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇതേ കാലത്താണ് ഹേമന്ത് സോറനെയും പിന്നീട് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തത്. പിണറായി വിജയൻ NDA സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണോ എന്നും മുരളീധരൻ പരിഹസിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് CPMന്റെ അഡ്ജസ്റ്റ്മെന്റിനെ തുടർന്നാണെന്ന ആക്ഷേപം ശക്തമാണ്. ഈ വാദം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്.